നമസ്കാരം. തർക്കങ്ങളും കേസുകളും വാക്പോരുമെല്ലാം അവസാനിപ്പിച്ച് ഇനി വോട്ട് മുൻനിർത്തിയുള്ള വെല്ലുവിളികളാണ് എങ്ങുമുയരുക. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നവംബറിൽ നടത്താൻ ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ഇനി തീയതി മാത്രം അറിഞ്ഞാൽ മതി. നെഞ്ചിടിപ്പ് ഉയർത്തുന്ന പുതിയ നാളുകൾക്ക് സ്വാഗതം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ ജയന്തിയുടെ അട്ടിപ്പേരിനായി യുദ്ധം ചെയ്യുന്നവർ, ശ്രീനാരായണ ഗുരുവിനെ ദൈവമാക്കാൻ നടക്കുന്നവർ, കടിച്ചുകീറുന്ന നായ്ക്കളെ കണ്ട് പൊട്ടിച്ചിരിക്കുന്നവർ, സമ്മർദ്ദാവസ്ഥയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് ചുറ്റും. രക്തസമ്മർദ്ദം കൂട്ടുന്ന വർത്തമാനത്തിലേക്ക് കടക്കും മുമ്പ് അല്പം മധുരം വിതറിക്കൊണ്ട് ആരംഭിക്കാം. മലയാളത്തിൻ്റെ അഭിമാനമായ നടൻ മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനമാണിന്ന്. കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് സമീപത്തെ സ്കൂളിലെത്തി കുട്ടികൾക്കൊപ്പം മമ്മൂട്ടി ജന്മദിനം ആഘോഷിച്ചു. മിഠായി വിതരണവും കേക്ക് മുറിയും സെൽഫി എടുക്കലും ഒക്കെയായി സംഭവബഹുലമായിരുന്നു. അപ്പോൾ ആഘോഷങ്ങൾ ആരംഭിക്കാം. അതിനു മുമ്പായി ഒരറിയിപ്പുണ്ട്. എത്രാമത്തെ ജന്മദിനം എന്ന് ആരും ചോദിക്കരുത്. നമസ്കാരം. വലിയ രസമുള്ള സാഹചര്യമാണ്. സ്കൂളിൽ ഒരുപാട് കുട്ടികളുടെ കൂടെ എൻ്റെ കൂടെ പ്രായമാകുന്ന കുട്ടി ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ പ്രായമാണ് ഞാൻ. ഒരുപാട് പേരുടെ സ്നേഹവും നമ്മളറിയും, നമ്മളെ അറിയാമെങ്കിൽ നമ്മളറിയാത്ത ഒത്തിരി ആളുകൾ നമ്മുടെ സ്നേഹവും പ്രാർത്ഥനയൊക്കെയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, നമുക്ക് ആരോഗ്യം ഉണ്ടാക്കുന്നത്, നമുക്ക് സൗഭാഗ്യം. നേരിട്ടും അല്ലാതെയും ഈ ജന്മദിന ആശംസകൾ അറിയിച്ച ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി പറയാൻ നേരിട്ട് എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ അവസരം, ഈ മാധ്യമങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ നന്ദി ഹൃദയംഗമമായി പ്രായം കൂടിക്കൂടി വരുന്തോറും മികച്ച അഭിനേതാവായും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കലാകാരനായും നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. ഇനി ചില കടുത്ത യാഥാർത്ഥ്യങ്ങളാണ്. കേരളത്തിൻ്റേത് പ്രബുദ്ധ മനസ്സാണ് എന്നൊക്കെ പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അടുത്ത കാലത്തായി രാഷ്ട്രീയ കേരളം തീരെ പ്രബുദ്ധമല്ലത്രേ. ഉപയോഗമുണ്ട് എന്ന് കണ്ടാൽ എന്തിനേയും ജാതിമതവൽക്കരണത്തിന് വിധേയമാക്കി കളയും. SNDPയെ സംഘപരിവാർ പാളയത്തിൽ കെട്ടുന്നതിനും ഗുരുവചനങ്ങളെ അപനിർമ്മിക്കുന്നതിനും എതിരായി CPIM ഒരുക്കിയ ടാബ്ലോയാണ് പുതിയ വിവാദത്തിന് ആധാരം. CPIMന്റെ ലക്ഷ്യം എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ ഹൈന്ദവ വർഗീയവാദികൾ കുരിശിൽ തറയ്ക്കുന്ന ദൃശ്യം പ്രതീകാത്മകമായി ചിത്രീകരിച്ചാൽ എന്താണ് കുഴപ്പം? എന്തായാലും ദർശനങ്ങളെ അപ്പാടെ അപനിർമ്മിച്ച് കള്ളുകച്ചവടം മുതൽ വിദ്യാഭ്യാസ കച്ചവടം വരെ ഗംഭീരമാക്കുമ്പോൾ ശ്രീനാരായണ ഗുരു കുത്തേറ്റ് വേദനിക്കുക തന്നെയാണ്.
കൊടുക്കരുത്, വിൽക്കരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഒരു ദർശനം ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇവര് വളച്ചൊടിക്കുക. അങ്ങനെയാണ് നോക്കിയാൽ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അന്നവസ്ത്രാദി മുട്ടാതെ എന്ന് ഗുരുദേവനെ പ്രാർത്ഥിക്കുന്നത്. നാളെ ഇവര് വ്യാഖ്യാനിക്കുമല്ലോ അന്നം വസ്ത്രത്തിൽ മുട്ടാതെ കഴിക്കണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞതെന്ന്. അതിപ്പോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ല എന്താണ്, മദ്യം എന്ന് പറയുന്ന വിഷമല്ല. പാർട്ടിക്ക് ഇരയാകാതെ ഞങ്ങൾ സ്വന്തം സാമുദായിക ശക്തി സമാഹരിച്ചുകൊണ്ട് അതിനെല്ലാം തിരിച്ചടി ജനാധിപത്യത്തിൽ പരമായി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊടുക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരാക്കുന്നു. അതിന് BJP അല്ല, RSS അല്ല, ഏത് താലിബാൻകാരും വന്നാലും അതിനോട് കൂട്ടുകൂടാൻ ഞങ്ങൾ നിർബന്ധിതമാക്കിയാൽ അതിന് ഉത്തരവാദി കഷ്ടപ്പാടിനിടയിലും കിട്ടേണ്ടത് കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന പ്രഖ്യാപനം കൂടി വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട്. അതിനായി BJPയെ അല്ല താലിബാനുമായി പോലും വേണമെങ്കിൽ കൂട്ടുകൂടുമത്രേ. അതായത് ശ്രീനാരായണ ഗുരുവിനെയൊക്കെ പണയം വെച്ച് കഴിഞ്ഞുവെന്ന്. ഈ ദുരിതകാലത്താണ് ശ്രീകൃഷ്ണ ജയന്തിയിൽ പിടിച്ച് കൈയും കാലും പൊള്ളിയ CPIM ശ്രീനാരായണ ഗുരുവിനെ ക്രൂശിക്കുന്ന SNDPയെ വിമർശിക്കാൻ ഇറങ്ങിയത്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നടത്തിയ വിവാദ ഘോഷയാത്രയിൽ ഗുരുവിനെ കുരിശിൽ തറയ്ക്കുന്ന ടാബ്ലോയും അവർ തയ്യാറാക്കി. പോരെ പൂരം, ഗുരുവിനേക്കാൾ വലിയ വേദനയിലേക്ക് കോടിയേരിയെയും പാർട്ടിയെയും തള്ളിവിട്ട് കളഞ്ഞു ഈ സംഭവം. ശ്രീകൃഷ്ണനു പുറമെ ശ്രീനാരായണ ഗുരുവിനെയും സംഖ്യയാക്കാനുള്ള വ്യഗ്രതയിൽ BJPയും വെള്ളാപ്പള്ളിയും ചാടി വീണ് കളഞ്ഞു. ക്രിസ്തുവിനെ ക്രൂശിച്ചു. ആ ക്രൂശിച്ചത് യൂദാസുകൾ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് SNDP യോഗത്തിൻ്റെ കൂടെ നിന്ന് യൂദാസുകളായി മാറിയിരിക്കുകയാണ്. ആ യൂദാസുകളുടെ ഈ പ്രവൃത്തിയെ ഞങ്ങൾ എങ്ങനെ സഹിക്കും? യുദാസുകളെ ഇപ്പൊ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാണ്ടിരിക്കുക. കേരളത്തിലെ ഈഴവ സമൂഹത്തിനെതിരായിട്ടും ശ്രീനാരായണ ഗുരുദേവനെതിരായിട്ടുമൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം, ആ പ്രചരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഈ സംഭവത്തെ കാണേണ്ടത്. കുരിശിൽ തറക്കൽ സംഭവത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒന്നും മിണ്ടാതിരിക്കണം പട്ടികളെ. ഇനിയും ഇവിടെ കിടന്ന് കുറച്ചാലുണ്ടല്ലോ രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തിടും. കാലനായിട്ട്, അതായത് ഗുരുവിന്റെ സന്ദേശത്തിന്റെയും അതിലൂടെ SNDPയുടെയും കാലനായിട്ട് ഇന്ന് അവതരിച്ചിരിക്കുകയാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. ശ്രീനാരായണ ഗുരുവിനെതിരായിട്ടുള്ള ഒരു ചിത്രീകരണവും ഒരു സ്ഥലത്ത് നടത്തിയിട്ടില്ല. അവിടെ ആ ടേബിളോ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അതിനകത്തൊരു കുരിശ് ഇല്ല. പിറകിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളെ തെറ്റായി RSS പ്രചരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യം എഴുതി വെച്ച പലകകളെ അത് കുരിശായി ചിത്രീകരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ട് സത്യസന്ധമായി പോരാടാൻ പോവുകയാണ് CPIM എന്ന് ആവേശം കൊണ്ടവർ നിരവധിയാണ്. ടാബ്ലോയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, വർഗീയവാദികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുക. എന്നാൽ ശ്രീകൃഷ്ണ ജയന്തി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ആഘോഷമാക്കുമ്പോൾ ഉണ്ടായ അതേ വിട്ടുവീഴ്ചയാണ് ഇക്കാര്യത്തിലുമെന്ന് മിനിറ്റുകൾക്കകം വെളിപ്പെടുത്തി കളഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ. ശ്രീകൃഷ്ണ ജയന്തി ഓണാഘോഷ സമാപന പരിപാടിയാക്കി കളഞ്ഞ അതേ മട്ടിൽ ഗുരുവിൻ്റെ ടാബ്ലോയെയും തള്ളിപ്പറഞ്ഞു. കുരിശ് തറിക്കുന്ന വിധത്തിലുള്ള, വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിൽ അത്തരമൊരു നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചത്, അത് അത്തരമൊരു നടപടി എതിരാളികൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു നിശ്ചല ദൃശ്യം അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു. അത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ഇടവരുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നവോത്ഥാന നായകന്മാരെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുറെ കൂടി ജാഗ്രത പാലിക്കണം. അത്തരത്തിലൊരു ജാഗ്രത കുറവ് ഈ നിശ്ചല ദൃശ്യം അവതരിപ്പിച്ച കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ക്രിസ്മസ് ആയ ദിവസം പല സംഘടനകളും പരിപാടികൾ നടത്താറുണ്ട്. നബിദിനത്തിൽ പല സംഘടനകളും പരിപാടികൾ നടത്താറുണ്ട്. വേറൊരു സംഘടനകളൊന്നും റോഡിലിറങ്ങാൻ പാടില്ല. അത് പൂർണ്ണമായിട്ടൊന്ന് ശ്രീകൃഷ്ണന് വേണ്ടി വിട്ടുകൊടുക്കണം എന്നാണ് ഇപ്പോൾ RSS നിലപാട്. ശ്രീകൃഷ്ണ അഷ്ടമിരോഹിണി ആചരിക്കേണ്ടത് ക്ഷേത്രത്തിലാണ്. അപ്പം ക്ഷേത്രത്തിന് പകരം ശ്രീകൃഷ്ണനെ പുറത്തു കൊണ്ടുവന്ന് ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടി കുട്ടികളെ അണിനിരത്തി RSSകാരനെ ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടുക. ശ്രീകൃഷ്ണനും RSS തമ്മിൽ വല്ല ബന്ധമുണ്ട്? ശ്രീകൃഷ്ണൻ ഉണ്ടായി എന്ന് പറയുന്ന കാലത്ത് RSS ഉണ്ടോ? BJP ഉണ്ടോ? അപ്പോൾ ശ്രീകൃഷ്ണനെ ഒരു BJP നേതാവാക്കിയിട്ട് അവതരിപ്പിക്കാനാണ് RSS ശ്രമിക്കുന്നത്. CPIM-ന്റെയും ശ്രീകൃഷ്ണ സങ്കടം കണ്ട് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ആഹ്ലാദചിത്തരായി. നമ്മുടെ പാർട്ടി അമ്മാതിരി പരിപാടി പിന്തുടരുന്നില്ല എന്ന് കാനം മിനിറ്റുകൾക്കകം പ്രഖ്യാപിച്ചു. പ്രഖ്യാപനത്തിന്റെ ഒച്ചയടങ്ങും മുമ്പ് അങ്ങ് മലബാറിൽ നിന്ന് AIYF-കാർ ബാലഗോകുലം ശോഭായാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിന്റെ മറ്റൊരൊച്ചയും കേൾക്കാനിടയായി. കാനത്തിന്റെ ഓരോ കോമഡികൾ. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPI-യെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും നടത്താറില്ല. ആത്മീയതയും വിപ്ലവ പാർട്ടികളും തമ്മിൽ യോജിക്കുന്ന ഒരു കാര്യം ഇല്ല അതിനകത്ത്. അത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിലാണ് മാർക്സിസ്റ്റുകളൊക്കെ വിശ്വസിക്കുന്നത്. എന്നാൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അവർ കാണാതെ പോകുന്നുമില്ല. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിന്റെ പുത്തൻ വ്യാഖ്യാനം പുറത്തിറങ്ങിയത് കാനം സഖാവ് അറിഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് റബ്ബിന്റെ പോലീസ്. വെട്ടും കുത്തുമൊന്നും ഈ വെട്ടിക്കറ ഡയമന് പുത്തരിയല്ല.